ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ തന്തൂരി മന്തി റൈസാണ്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പീസായി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുരുമുളക്, മല്ലിക്കുരു, ഏലക്ക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം സവോള, പച്ചമുളക്, ക്യാപ്സിക്കം, റെഡ് ആൻഡ് ഗ്രീൻ ഇതെല്ലാം ഇട്ട് നമുക്ക് കളറിന് വേണ്ടിയിട്ടുള്ള എസൻസും ഒഴിച്ച് അതിലേക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചത്. അതിലേക്ക് മല്ലിയില ഇതെല്ലാം ഇട്ട് മാഗി ക്യൂബാണ് ഞാൻ ഇടുന്നത്. മാഗി ക്യൂബ് നമ്മുടെ ആവശ്യത്തിന് അതൊരു ഫ്ലേവർ, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഇട്ടിട്ട് ഇത്തിരി മുളക് പൊടി ഞാനൊരു 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ടാവും. 2.5 സ്പൂൺ മുളക് പൊടി, പിന്നെ ഉണക്ക നാരങ്ങ, പിന്നെ അതിലേക്ക് ഒരാവശ്യത്തിനും ഓയില് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അത് ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ അതൊന്ന് നന്നായിട്ടൊന്ന് വേവാൻ വെക്കുക. പിന്നെ ഒരു 5-10 മിനിറ്റ് ഫുൾ ഫ്ലെയിമും ഒരു 5 മിനിറ്റ് സ്ലോ കുക്കും ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് എല്ലാ ചിക്കനും പാകമായതിനു ശേഷം അത് വാരിയെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിടുക. പിന്നെ ഞാൻ മാത്രമല്ല, ഇന്നിവിടെ എൻ്റെ പൊണ്ടാട്ടിയും ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. നമ്മുടെ ഫ്രണ്ടാണ് ഇതിനെ മെയിനായിട്ട് മുൻകൈ എടുത്തത്. ഇന്നിങ്ങനൊരു സാധനം ഉണ്ടാക്കാം എന്നും പറഞ്ഞു. പിന്നെ അതെല്ലാം വാരിയെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ഗ്രേവി ഉണ്ടാവുമല്ലോ, ചിക്കൻ എടുത്തതിന് ശേഷമുള്ള ഗ്രേവി, അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മുൻകൂട്ടി റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കുതിര. അപ്പോൾ ആ റൈസ് എടുത്ത് നമ്മൾ അതിനകത്തേക്ക് ഇടാം, നമ്മൾ ചിക്കൻ വേവിച്ച ആ വെള്ളത്തിലേക്ക്. അപ്പോൾ ആ വെള്ളത്തിലിട്ട് നല്ലപോലെ അതിനകത്തേക്ക് ഉണക്ക നാരങ്ങയും പിന്നെ നമ്മളൊരു ലെമൺ കട്ട് ചെയ്ത 2 പീസ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ആ റൈസ് വെന്ത് വരാനുള്ള ഒരു ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം വെള്ളം വേണം അതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ആ വെള്ളം ഒഴിച്ച് റൈസ് ഒന്ന് വേവാൻ വയ്ക്കുക. ഞാനെടുത്തിരിക്കുന്നത് ആ റൈസ് ഇട്ടതിന് തൊട്ട് മേളിൽ വരെയുള്ള വെള്ളമാണ്. പിന്നെ നമ്മൾ മുന്നേ മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ എടുത്തിട്ട് റൈസിൻ്റെ മേളിൽ റൈസ് വെന്ത് വന്നതിന് ശേഷം, ഞാനെല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടില്ല വീഡിയോ, റൈസ് വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുക. അതിനു മുമ്പ് ഞാനൊന്ന് ചിക്കൻ പയ്യെ ചൂടാക്കിയായിരുന്നു കേട്ടോ. ഒരു ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ റൈസിൻ്റെ മേളിൽ ചിക്കനെല്ലാം മടക്കി പറക്കി വെച്ച് കുറച്ച് പച്ചമുളകും ഒരു ഭംഗിക്ക് വേണ്ടി അതിനെല്ലാം കയറ്റി വെച്ച്, പിന്നെ അതിൻ്റെ നടുക്ക് ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ച് അതിൻ്റെ മേളിൽ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ച് ചെറിയൊരു പുക വരാൻ എല്ലാവരും ചെയ്യുന്ന ഒരു ബേസിൽ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ണടച്ച് കളയണം. നമ്മൾ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ, പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കഴിച്ചവർക്കെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. പുറത്തുനിന്ന് 2 ടീമുണ്ടായി, അവരും കഴിച്ചു, അവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ടൈം വെച്ചതാണെന്ന് ആരും പറയില്ല എന്നൊക്കെ അവർ പറഞ്ഞു. അത് ഇനി സൂചിപ്പിക്കാനാണോ എന്നും അറിയില്ല. എന്തായാലും കൊള്ളാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.